അല്ലെങ്കിൽ കറാഹത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഹറാം എന്ന് പറയാം. അപ്പൊ അവനാണ് ഇഷ്ടമുള്ളത് മാത്രം എടുക്കുക, അല്ലാത്ത എടുക്കാതിരിക്കുക എന്ന നയമല്ലല്ലോ വേണ്ടത്. ഫുഖഹാക്കളോട് ചോദിക്കാതെ പറഞ്ഞാൽ ഫുഖഹാക്കൾ സ്വന്തം വക ദീനുണ്ടാക്കി പറയുന്നവരല്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എങ്കിൽ ആ ഫുഖഹാക്കൾ ആരെങ്കിലും ഇതിന് ഇന്ന മാതൃകയുണ്ട്, സ്വഹാബത്തിന്റെ ചെയ്തിയുണ്ട്, അതേപോലെ താബിഈങ്ങളുടെ ചെയ്തിയുണ്ട്, പ്രവാചക കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, ഒരു സംശയമില്ല. അത് ഇവരാരും പറഞ്ഞിട്ടില്ലല്ലോ. ഇവരാരും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സുയൂത്തിയോ അതേപോലെ അസ്ഖലാനി പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഇബാറത്തിലോ ഇനി അബൂ ശാമയുടെ അൽ-ബാഇസിലോ ഒന്നും ഈ വിഷയത്തിൽ പ്രവാചകന്റെ മാതൃകയുണ്ട് എന്നോ സ്വഹാബത്തിന്റെ മാതൃകയുണ്ട് എന്നോ താബിഈകളുടെ മാതൃകയുണ്ട് എന്നോ 4 അഇമ്മത്തിന്റെ മാതൃകയുണ്ട് എന്നോ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് പറഞ്ഞവർ തന്നെയും പറഞ്ഞെന്താ, നല്ല ബിദ്അത്താണ്. സുയൂത്ത് റഹിമഹുല്ലാഹ് പറഞ്ഞെന്താ, ബിദ്അത്താണ്, നല്ല ബിദ്അത്താണ് എന്നാ. അദ്ദേഹം പറഞ്ഞു ഇതാണല്ലോ പറഞ്ഞത് എന്ന അധ്യായത്തിൽ. ഖുർആൻ ഓതുക, അതേപോലെ പ്രവാചകന്റെ ജന്മവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പാരായണം ചെയ്യുക, ഭക്ഷണം കഴിച്ചു പിരിയുക. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിൽ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ ഒരുമിച്ച് കൂടുക, ഖുർആൻ ഓതുക, ഹദീസ് പാരായണം ചെയ്യുക, ഭക്ഷണം കഴിച്ചു പിരിയുക. മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നല്ല ബിദ്അത്താണ്. വർദ്ധിപ്പിച്ചാലോ നല്ല ബിദ്അത്തുമല്ല. ആ മങ്കൂസ് ഓതാനല്ല പഠിപ്പിച്ചത്, സറഫ്നാം ഓതാനല്ല പഠിപ്പിച്ചത്. അതിലൊക്കെ ഖുർആൻ ഹദീസ് അല്ല, അതിനപ്പുറത്ത് മറ്റെമ്പാടുമുണ്ട്. കള്ളക്കഥയുണ്ട്, ഇല്ലാത്തതുണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ സുയൂത്തി പറഞ്ഞു എന്ന് പറയുന്നവർക്ക് പോലും സുയൂത്തി പറഞ്ഞതെന്താ, ഒരുമിച്ച് കൂടി ഖുർആൻ ഓതി ഹദീസും പാരായണം ചെയ്ത് ഭക്ഷണം കഴിച്ച് പിരിയ. പ്രത്യേകം പറഞ്ഞു മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക, അതിൽ യാതൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിൽ നല്ല ബിദ്അത്താണ്. അപ്പൊ ഒരു ഖുർആനോത്തുണ്ടാക്കിയ തന്നെ നല്ല ബിദ്അത്ത് എന്നാ പറഞ്ഞത്. റബീഉൽ അവ്വൽ 12 മൗലിദിലെ ഏടൊന്നും എടുക്കണില്ല, ഇരുന്നിട്ട് ഒരു യാസീൻ ഓതി ഒരു 2 ഹദീസും പറഞ്ഞ് ഭക്ഷണം കഴിച്ച് പിരിഞ്ഞാൽ പോലും അതും ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്ത് എന്നല്ലേ സുയൂത്തി പറഞ്ഞുള്ളൂ. എങ്കിൽ അവിടെ ഈ നബിപ്രകാശവും അതേപോലെ ഇല്ലാത്ത കഥകളും കെട്ടുകഥകളും അതേപോലെ പ്രവാചകനെ വിളിച്ച് തേടുന്ന വരികളും എല്ലാം കൂടി ചേർന്നാൽ അതൊക്കെ നല്ല ബിദ്അത്ത് സുയൂത്തി പറഞ്ഞോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള ഒരാളും ഇത് സുന്നത്തായോ പ്രവാചകന്റെ മാതൃകയുള്ളതായോ സ്വഹാബിമാർക്ക് പരിചയമുള്ളതായോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അവര് പറഞ്ഞവര് പോലും പറഞ്ഞത് നല്ല ബിദ്അത്ത് എന്നേ പറഞ്ഞുള്ളൂ, അതിനപ്പുറത്തേക്ക് അവരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നല്ല ബിദ്അത്ത് ചെയ്യാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, നല്ല സുന്നത്ത് ചെയ്യാൻ ശ്രമിക്കാം. വല്ലാതെ വാശി പിടിച്ച് എടങ്ങാറായി ഒപ്പിച്ച് ഇബാറത്തുണ്ടാക്കി കൊടുത്തിട്ട് എന്തിനാപ്പത് നല്ല ബിദ്അത്ത് സ്ഥാപിക്കാൻ? നല്ല ബിദ്അത്ത് സ്ഥാപിക്കാനാണല്ലോ അതൊക്കെ. എങ്ങനെയെങ്കിലും കെട്ടിമറിഞ്ഞ് ഇറങ്ങാറായിട്ട് നല്ല ബിദ്അത്ത് ചെയ്യണം എന്ന നിയ്യത്തല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ഒരു ബിദ്അത്തും എനിക്ക് വേണ്ട, ബിദ്അത്ത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ എന്താണെങ്കിലും എനിക്ക് ബിദ്അത്ത് വേണ്ട, എനിക്ക് സുന്നത്ത് മതി എന്ന് വിചാരിക്കാൻ എന്താ പ്രയാസമുള്ളത്? അതുകൊണ്ട് അതിലേക്ക് മടങ്ങണം എന്നാണ് സ്നേഹബുദ്ധിയ ഉണർത്താനുള്ളത്. അപ്പൊ പിന്നെ ഹബീബേ, ഞാൻ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ഹദീസ് റിജാലുഹു റിജാലു സ്വഹീഹി എന്നതിന്റെ ശേഷം പറഞ്ഞിട്ട് ഞാൻ റബ്ബ് തൗഫീഖ് ചെയ്തിട്ടില്ലാത്തൊന്നും ഞാൻ പറയില്ല. എന്റെ അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കും വേണ്ട. ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് അതിന്റെ ശേഷം പറയുന്നുണ്ട്, ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു ഔസത്തിൽ ഉദ്ധരിച്ചതാണ്. സ്വഹീബുൽ തഅഫ് എന്നിട്ട് പറയുന്നുണ്ട് റിജാലുഹു റിജാലു സ്വഹീഹി, ഇതിന്റെ പരമ്പര സ്വഹീഹായ ഹദീസിന്റെ പരമ്പരയാണ്. അപ്പൊ ആ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ഞങ്ങൾ പോകണുള്ളൂ. പിന്നെ തെക്ലീദിന്റെ വിഷയം നമ്മൾ എടുക്കണ്ടല്ലോ, അതിലുള്ളവർ അങ്ങനെ നമ്മൾ ഇങ്ങനല്ലേ, നിങ്ങളെയും നമ്മൾ ഒരേ റൂട്ടിലായിട്ടാണല്ലോ പോകേണ്ടത്. ഞാൻ മുക്കല്ലിദാണെന്നുള്ളത് ഓക്കെ, അതല്ലല്ലോ. നിങ്ങളെ റോളിൽ നിന്നിട്ട് നിങ്ങൾ അണികൾ കൂടി അംഗീകരിക്കാൻ പറ്റുന്ന നിലക്ക് മറുപടി പറയണം. അപ്പൊ ആയതുകൊണ്ട് അൽ-ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാനായ ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു. പിന്നെ നിങ്ങൾ പാക്കിയാനിയും പക്കിയല്ലേ ചോദിച്ചു. പാക്കിയാൻ ഇമാമിന് നമുക്ക് എതിർപ്പുണ്ടായിട്ടില്ല. ഇമാം പാക്കിയാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതിനെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖണ്ഡിച്ചിട്ടുണ്ട്. ഇമാം സുർക്കാനി പറയുന്നത് എന്താ, വതകഫല സുയൂത്തി ലിറദ്ദി മസ്തനദ അലൈഹിൽ ഫാക്കിയാനിയു ഹർഫൻ ഹർഫ. ഇമാം ഫാക്കിയാനി പറഞ്ഞതിന് അക്ഷരാർത്ഥത്തിൽ ഹർഫ് ഹർഫ് ഇമാം സുയൂത്തി മറുപടി
മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫാക്കിഹാനെ തള്ളുന്നില്ല. അപ്പൊ നമ്മൾ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു, ഇമാം അസ്കലാനി റളിയല്ലാഹു അൻഹു അംഗീകരിക്കുന്നു, ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു അവരംഗീകരിക്കാനോടും അവരോട് ചോദിച്ച് പഠിക്കാനും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ വായിച്ചല്ലോ ഹദീസ്, റിജാലുഹു റിജാലു സ്വഹീഹി സ്വയ്യ പരമ്പര എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാ. പിന്നെ ബിദ്അത്ത് എന്ന് പറഞ്ഞില്ലേ, ബിദ്അത്തൊക്കെ ഒഴിവാക്കല്ലേ, ഇതൊരു ഭാഷാപരമായ ബിദ്അത്താന്ന് അസ്കലാനി പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ ഇമർ റളിയല്ലാഹു അൻഹു തറാവി റസൂലോട് വെച്ചാണല്ലോ, അതിനെ പറ്റിയിട്ട് നിയമത്തിൽ ബിദ്അത്ത് വാദിക്കുന്ന അറിയില്ലേ, അതിന്റെ അർത്ഥം ഇതൊരു ബിദ്അത്താണ് തറാവിക്കരിക്കണമെന്നല്ലോ. ആ പുതിയ ഒരു രൂപത്തിനെ കുറിച്ചല്ലേ, അല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യലും അള്ളാഹുവിന്റെ റസൂലിനെ പ്രശംസിക്കലും അവരോടത്തോടുള്ള സമാധീതമായ സ്നേഹം പറഞ്ഞ അടുത്ത് വാരി കൊടുക്കലും സ്വഹീഹുൽ ബുഖാരിയോട് മുസ്ലിമോട് സ്ഥിരപ്പെട്ടാണല്ലോ. കാരണം ഖദീജ ബീവിന്റെ മദ്ഹ് ചെയ്ത് ഖദീജ ബീവിനോടുള്ള സമാധീതമായ സ്നേഹം കാരണം ഖദീജ ബീവിന്റെ പേരിൽ ആടർത്ത് വാരിക്കൊടുത്ത സ്വഹീഹുൽ ബുഖാരി മുസ്ലിമല്ലേ. ദഫ്മുട്ടി മരിച്ചുപോയ ബദരീങ്ങളെ വിളിച്ച് ദഫ്മുട്ടി പാട്ട് പാടിയത് ബദർ രണാങ്കണത്തിൽ രക്തസാക്ഷികളായ ആ ബദരീങ്ങളെ വിളിച്ച് പാട്ടുപാടി ദഫ്മുട്ടി പാട്ട് പാടിയതിന് അള്ളാഹുവിന്റെ റസൂൽ അംഗീകരിച്ച് ബുഖാരി മുസ്ലിമാണല്ലോ. യന്തുബിന എന്ന് പറഞ്ഞ അസ്കലാനി അർത്ഥബദ്ധ പറഞ്ഞത് മയ്യത്തിന് ഏറ്റവും നല്ല വിശേഷണങ്ങളോട് വിളിക്കലാണെന്ന് അസ്കലാനി ഫത്ഹുൽ ബാരി പറഞ്ഞ. അപ്പൊ പിന്നെ വിദേഹത്തിനൊക്കെ റസൂലുള്ളാന്റെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാ. അർത്ഥ വാരി കൊടുക്കുന്ന റസൂലുള്ള ചെയ്തു ഖദീജ ബീവിയോടുള്ള സമാധീതമായ സ്നേഹം പ്രകടിപ്പിക്കാൻ. അത് അങ്ങനെ തന്നെ അസ്കലാനി പറയുന്നുണ്ട്. നിങ്ങൾ നിഷേധിച്ചാൽ ഞാൻ വായിക്കും വാർത്ത അള്ളാഹു സഹായിച്ചിട്ടൊക്കെ ഞാൻ നിഷേധിക്കൂല. അപ്പൊ ഇത് സുന്നത്തോട് സ്ഥിരപ്പെട്ടതാണ്. വിദേഹത്തിന് ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രമാണ്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചാണ്. നിങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കാം. അസ്സലാമു അലൈക്കും. അപ്പൊ ഏതായിരുന്നാലും ഇതൊക്കെ ഉണ്ടായിട്ട് ഓലൊക്കെ പറഞ്ഞ പ്രയോഗം എന്താ? നല്ല വിദേഹത്തിനാണല്ലോ. ഈ പറഞ്ഞ ആടറക്കലും ഈ പറഞ്ഞ തിങ്കളാഴ്ച നോമ്പും ഈ പറഞ്ഞ മദ്ഹും ഈ നുതുബയും എല്ലാം ഉണ്ടായിട്ടും ഇത് സുന്നത്തെന്നോ വാജിബെന്നോ ശറഇന്റെ ഭാഗമെന്നോ ആരും പറഞ്ഞില്ലല്ലോ. നേരെ മറിച്ച് അവരൊക്കെ നല്ല ബിദ്അത്ത് എന്നാണ്. അത് തന്നെ ഉള്ളവർ തന്നെ. അത് ഞാൻ പറഞ്ഞ അസ്കലാനി എവിടെ പറഞ്ഞു? നിങ്ങൾ ഇപ്പോഴും പറയണില്ല. അസ്കലാനി ഇമാമിന്റെ ഏത് കിതാബിൽ പറഞ്ഞു? നിങ്ങൾ ഇപ്പോഴും പറയുന്നില്ല. അപ്പൊ സുയൂത്തി റഹിമത്തുള്ളാഹിയുടെ അൽ ഹാബിദി ഫതാവയിൽ ഖാല ഹാഫിദുൽ അസ്ർ എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചതല്ലാതെ അതിനപ്പുറത്ത് അസ്കലാനി ഇമാമിന്റെ ഗ്രന്ഥങ്ങളിൽ അന്വേഷിച്ചൊന്നും ഞങ്ങൾക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയണമെന്ന് പറഞ്ഞതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇനിയുള്ള പ്രശ്നം എന്താ? ഫാക്കിഹാനി റഹിമത്തുള്ളാഹി നമുക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ സുയൂത്തി റഹിമത്തുള്ളാഹി ഹർഫൻ ബി ഹർഫ് ഗണ്ണിച്ചിട്ടുണ്ട്. എന്താ ഗണ്ണനം? എന്താ ഗണ്ണനം? ആ ഹർഫൻ ബി ഹർഫ് ഗണ്ണിച്ചു എന്ന് പറയാന് സുയൂത്തി തന്നെയും പറഞ്ഞിട്ടുണ്ട്. സുർഖാനി മാത്രമല്ല, സുയൂത്തി തന്നെയും പറഞ്ഞു വാന അസൂഖുഹു ബിറുമ്മത്തിഹി ثم അറുദ്ദുഹു അലൈഹി ഹർഫൻ ബി ഹർഫിൻ. അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ അങ്ങനെ തന്നെ എടുത്തു കൊടുക്കാം, എന്നിട്ട് ഗണ്ണിക്കാം. ഗണ്ണിച്ചത് എന്താ? പിന്നെ ഫാക്കിഹാനി പറഞ്ഞ വാക്കെന്താ? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. ഈ മൗലിദിന് അല്ലാഹുവിന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ ഒരു അടിസ്ഥാനമുള്ളതായി എനിക്കറിയില്ല. അതിനെന്താ ഗണ്ണനം അറിയോ? എനിക്ക് അറിയില്ല എന്നല്ല പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അടിസ്ഥാനം ഇല്ലാന്ന് വരൂതല്ലോ എന്നാ. അല്ലാപ്പ ഹർഫൻ ബി ഹർഫ് ഗണ്ണനം. ലാ അഅലമു എന്ന് പറഞ്ഞാല് നഫ്യുൽ ഇൽമേ ഉള്ളൂ, അദ്ദേഹത്തിന് അറിയാ എന്നല്ലേ ഉള്ളൂ, അസ്ൽ ഇല്ലാന്ന് വരൂതല്ലോ. നബി അസ്ൽ അദ്ദേഹം പറഞ്ഞു ഇല്ല. പറഞ്ഞ അസ്ൽ ഏതാ? തിങ്കളാഴ്ച നോമ്പ്. അതേപോലെ അഖീഖത്തുൽ ഹദീസും ഈ രണ്ട് അസ്ലല്ലേ പറഞ്ഞുള്ളൂ, വേറെ അസ്ൽ പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാതെ ഇതാ നബി ചെയ്തിട്ടുണ്ട്, സ്വഹാബികൾ ചെയ്തിട്ടുണ്ട്, താബിഈങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊരു അസ്ൽ ആ ഗണ്ണത്തിൽ കൊടുത്തിട്ടില്ല. രണ്ടാമത് ഫാക്കിഹാനി പറഞ്ഞ എന്താ? വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ അൽ മുതമാസികൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ. മുൻഗാമികളെ കാൽപാദങ്ങൾ പിൻപറ്റുന്ന ദീനിൽ മാതൃകായോഗ്യരായ പണ്ഡിതന്മാരിൽ നിന്ന് ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല. അതിന് മറുപടി എന്താ അറിയോ? മുദഫർ പണ്ഡിതനായിരുന്നു, അത് മൗലിദ് ഉണ്ടാക്കി കൊടുത്ത ഇബ്നു ദഹിയ പണ്ഡിതനായിരുന്നു. അതാ ഗണ്ണനം. അടുവിലെ കാര്യമുണ്ടോ? മാതൃകായോഗ്യരായ ആലിമീങ്ങൾ ആരും ചെയ്തതായി ഉദ്ധരിക്കപ്പെടുന്നില്ല എന്ന് ഫാക്കിഹാനി പറഞ്ഞതിന് മറുപടി എന്താ? മുദഫർ പണ്ഡിതനാണല്ലോ, മുദഫറിന് മൗലിദ് രചിച്ചു കൊടുത്ത ഇബ്നു ദഹിയ പണ്ഡിതനാണല്ലോ എന്നാ ഖണ്ഡനം. മുദഫർ ചെയ്തിട്ടില്ല എന്നല്ലല്ലോ ഫാക്കിഹാനി പറഞ്ഞത്. ഇബ്നു ദഹിയ മൗലിദ് ഉണ്ടാക്കിയിട്ടില്ല എന്നല്ലല്ലോ പറഞ്ഞത്. നേരെ മറിച്ച് അൽ മുതമസ്സികൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളെ കാൽപാദങ്ങളെ ശേഷിപ്പുകളെ മുറുകെ പിടിക്കുന്ന ദീനിൽ മാതൃകയാക്കേണ്ടുന്ന പണ്ഡിതന്മാരിൽ ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെടുന്നില്ല. എന്താ മറുപടി പറയേണ്ടത്? എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ സ്വഹാബത്ത്, താബിഈങ്ങൾ, താബികൾ മുതലിങ്ങോട്ട് എണ്ണിക്കുത്തവരൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഖണ്ഡനമാണ്. അത് ഗണ്ണിക്കുന്നു എന്ന് പറഞ്ഞു, ഹർഫൻ ബി ഹർഫ് മറുപടി പറഞ്ഞു എന്നല്ലാതെ അത് മറുപടി അല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്.
സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ഒരാൾക്കും ഇതിൽ വാദമില്ല. 4 ഖലീഫമാർക്ക് പരിചയമുണ്ട്, സ്വഹാബിമാർക്ക് പരിചയമുണ്ട്, താബിയക്ക് പരിചയമുണ്ട് എന്നൊന്നും വാദമില്ലല്ലോ. പിന്നെ ഖദീജ ബീവിന്റെ പേരിൽ ആടിനർത്തിയെന്ന് പറഞ്ഞു കേട്ട തോന്നും ഖദീജ ബീവി ജനിച്ച അന്നാണ് ആടിനർത്തത് എന്ന്. ഇവിടെ ആടിനടക്കാൻ പറ്റുമെന്നല്ലല്ലോ പ്രശ്നമുള്ളത്. ആട് നമ്മളൊക്കെ ഇറക്കലുണ്ട്, അതല്ല പ്രശ്നം. ആടിനടക്കാൻ പറ്റുമോ എന്ന് തർക്കണ്ടോ? അതേസമയം ജന്മദിനം ആഘോഷിക്കാൻ തെളിവെന്ത്? അത് നമ്മൾ ഹെഡിങ് ജന്മദിനാഘോഷം അനിസ്ലാമികം തന്നെ. ഖദീജ ബീവിന്റെ ജന്മദിനത്തിലാണോ ആടിനടത്തത്? അതുമായി തെളിവ് ഒരു സംശയം നമുക്കില്ല. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിന്റെ ജന്മദിനത്തിലോ ഇനി വേണ്ട മരിച്ച ദിവസം നോക്കിയിട്ടോ ആണ് ആടർത്തത് എന്ന് ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, മറ്റെവിടെങ്കിലും ഉണ്ടോ? തർക്കമില്ല, തെളിവായി സ്വീകരിക്കാം. പക്ഷേ അത് കാണുക സാധ്യമല്ല. അതേപോലെ പാട്ടുപാടി അവരെ മഹത്വങ്ങൾ പറഞ്ഞു. മഹത്വങ്ങളൊക്കെ പറയുന്നില്ലേ? അപ്പൊ ഇവിടെ വിഷയാവതത്തിൽ റസൂലുള്ളാഹിന്റെ എത്ര മഹത്വം പറഞ്ഞു? എന്തിനാ അങ്ങോട്ട് പോണത്? ഇവിടുത്തെ വിഷയാവതത്തിൽ ബഹുമാനനായ അബ്ദുറഹ്മാൻ അൻസാരി അല്ലാഹുവിന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും മഹത്വങ്ങൾ എത്ര പറഞ്ഞു? മഹത്വം പറഞ്ഞല്ല തെറ്റ്, മദ്ഹിനല്ല ആക്ഷേപം, പ്രശംസക്കല്ല ആക്ഷേപം. ആ ഹബീബിനെ പ്രശംസിക്കാതിരിക്കാൻ ആർക്കാ കഴിയാ? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തങ്ങളെക്കാളേറെ വിശ്വാസിക്ക് ഏറ്റവും ബന്ധം പ്രവാചകരോടാണ്. എങ്കിൽ പിന്നെ ആ ഹബീബിന്റെ മദ്ഹ് പറയാതിരിക്കാൻ കഴിയുമോ? അതൊന്നുമല്ല അഭിപ്രായ വ്യത്യാസമുള്ള വിഷയം. റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേകമായ ആഘോഷം, അതും ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണെന്ന് പറഞ്ഞ് 2 പെരുന്നാൾ കഴിഞ്ഞാൽ 3ാമത്തെ പെരുന്നാളാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ അത് എവിടുന്ന് കിട്ടി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. 2 പെരുന്നാൾ ഹദീസിലുണ്ട്, ഖുർആനിൽ സൂചനയുണ്ട്. ഈ 3ാമത്തെ പെരുന്നാൾ ആര് പഠിപ്പിച്ചു? ലൈലത്തുൽ ഖദ്റിന് വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അതിനേക്കാൾ മഹത്വമാണെങ്കിൽ ചുരുങ്ങിയത് 2 അധ്യായം ഉണ്ടാകണ്ടേ? അതുണ്ടായിട്ടില്ല. ഒരു ഹദീസിലും ഉണ്ടായിട്ടില്ല. എങ്കിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന വാചകങ്ങളിൽ പോലും നമ്മുടെ കാലത്തുണ്ടായ നല്ല ബിദ്അത്താണ് എന്നേ പറയുന്നുള്ളൂ. സുയൂത്തി റഹിമഹുല്ലാഹ് പോലും ഖുർആൻ ഓതി ഹദീസും ഓതി ഭക്ഷണം കഴിച്ചു പിരിയുക, മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലാണ് നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞത്. വർദ്ധിപ്പിച്ച സുയൂത്തിയുടെ പിന്തുണയും അതിനില്ല എന്നാണ് സൂചിപ്പിച്ചത്. പിന്നീട് കുറെ മുസ്ലിയാക്കന്മാരുണ്ട്, ഒരേ കൂടി നിങ്ങൾ പരിഗണിക്കണം എന്ന് സൂചിപ്പിക്കാം. ശരി, നല്ലതാണ്, ആ സംസ്കാരം നല്ലതാണ്. പക്ഷേ മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ലാത്ത എന്റെ പേര് അബ്ദുൽ ഹക്കീം എന്നാണ്. ഞങ്ങളെ സുന്നി നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട കൊളത്തൂർ അലവി സഖാഫി ഉസ്താദ്, ഫൈസൽ ഹസൻ ഉസ്താദ് പോലുള്ള ചെങ്കൂറ്റമുള്ള പണ്ഡിതന്മാർ ഇവിടെ മുജാഹിദുകളായ ആളുകൾ ചോദ്യം ചോദിക്കാൻ വന്നാൽ കയ്യിൽ മൈക്ക് കൊടുക്കും. അതിന് ധൈര്യമുള്ള, ഞങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉപചോദ്യം എത്രയായാലും മറുപടി പറയാൻ ആണത്തമുള്ള അബ്ദുൽ ഹക്കീം ഇവിടെ അബ്ദുള്ള മുസ്ലിം ചോദിച്ചല്ലോ, മൂപ്പർക്ക് കൃത്യമായി ചോദിക്കാൻ നമ്മൾ അവസരം കൊടുത്തു. പിന്നെ ഈ ചങ്കൂറ്റത്തിന്റെയും ആണത്തത്തിന്റെയും ഒന്നും കഥ പറയണ്ട. നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചോളൂ, നിങ്ങൾ ചോദിച്ചോളി. അയാള് നമ്മൾ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അബ്ദുള്ള മുസ്ലിം ചോദിച്ചു, ഉപചോദ്യം ചോദിച്ചു, എല്ലാം ചോദിച്ചു. നിങ്ങൾ ഹക്കീം നിങ്ങളെ ചോദ്യം ചോദിക്കും, അനാവശ്യമായി വർത്താനം പറഞ്ഞ് നീട്ടിക്കൊണ്ടോളി. ഫുള്ള് പറയാൻ നിങ്ങളെ ചോദ്യം ചോദിച്ചോളി സുഹൃത്തെ. ഏതായാലും ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ നിന്ന് ഫൈസൽ മൗലവിയുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്, ഏതായാലും മുത്തുനബിയുടെ 12-നല്ലെങ്കിലും ഇപ്പൊ ഒരു സുബഹിയെയോ മറ്റേനെയൊക്കെ ഖാസാക്കി നാളത്തെ സുബഹിക്ക് തെളിവുണ്ടോ ഇങ്ങനെ ചോദിക്കണതിന് പ്രശ്നമുള്ളൂ. നമുക്ക് എന്നും എപ്പോഴും മുത്തുനബിന്റെ മദ്ഹ് അതുപോലെ തന്നെ സഹസൊക്കെ നടത്താം എന്നാണ് മനസ്സിലായത്. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം, ഇവിടെ നാം ഒരു വിഷയത്തിനെ എതിർക്കണമെങ്കിൽ ഇസ്ലാമിന്റെ 5 ഹുക്കുമുകളുണ്ട്. ഒന്ന് വാജിബ്, അല്ലെങ്കിൽ സുന്നത്ത്, അല്ലെങ്കിൽ ജായിസ്, അല്ലെങ്കിൽ കറാഹത്ത് ഹറാം. ഈ 5 ഹുക്കുമുകളാണ് ഇസ്ലാമിലുള്ളത്. ഇതിൽ നാം എതിർക്കണമെങ്കിൽ ഒന്ന് കറാഹത്താകണം, അല്ലെങ്കിൽ ഹറാമാകണം. നിങ്ങൾ എതിർക്കുന്ന നാട് നീളെ സുന്നികളായ ഞങ്ങൾ നടത്തുന്ന മുത്തുനബിയുടെ മദ്ഹിനെയും അതോടനുബന്ധിച്ച് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെയും അതിനൊക്കെ ഇസ്ലാമിൽ വ്യക്തമായ തെളിവുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ചർച്ച വന്നാൽ നമുക്ക് പറയാം. നിങ്ങൾ ഈ എതിർക്കുന്നത് ഒന്നുകിൽ കറാഹത്ത് അതിന്റെ പേരിലാകണം, അല്ലെങ്കിൽ
ഹറാമായതിന്റെ പേരിലാകണം. ഇത് കറാഹത്താണെന്നോ ഹറാമാണെന്നോ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് കൊണ്ട്, വേറെ നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. ചോദ്യം വളരെ വ്യക്തമാണ്, എല്ലാവരും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് മൗലിദാഘോഷം, സുന്നികൾ നടത്തുന്ന മൗലിദാഘോഷം ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്നതിന് ആയത്താണ് വേണ്ടത്. നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട, ആയത്ത് വേണം. മുസ്ലിം ആ പണി നിർത്തിക്കാളി. നിങ്ങൾ ആ വക ഏർപ്പാടിനല്ലോ ഇതൊന്നും ഇവിടെ നേരത്തെ പറഞ്ഞ അവിടെ പോയി പറ്റും. വളരെ മാന്യമായി നടക്കുന്ന വേദിയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഇത്ര വ്യക്തമായി ഇവിടെ പരാമർശിച്ചിട്ട് നിങ്ങളെ വിചാരം നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് റസൂലുള്ളാഹിക്ക് പരിചയമില്ല എന്നുള്ളത്. എന്നെക്കാൾ നിങ്ങൾക്കറിയാം, എന്നെക്കാളേറെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതൊക്കെ അല്ല നിങ്ങൾ പറയണ്ട. നിങ്ങൾ എത്ര പോസ്റ്റർ പൊട്ടിച്ചറിയോ, എത്ര ഫ്ലക്സ് ഈ നാടന്മാരെ പറ്റിക്കാൻ ഈ മനുഷ്യന്മാരെ തക്കിബീർ എന്തറിയോ? നിങ്ങൾക്ക് സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ നിങ്ങളെ പക്കൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ ഈ സാധാരണക്കാർ തക്കിബീറിലുണ്ട്. അല്ലെങ്കിൽ കൂക്കി വിടുങ്ങൾ ഇവിടുന്ന്. നിങ്ങൾ എത്ര ഫ്ലക്സ് വെച്ചു? സദീഖ് മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉമർ ഖത്താബ് മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഹസൻ ബസ്രി മഹത്വം പറഞ്ഞു. എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഈ വേദി വന്നിട്ട് കൊളത്തൂരും അല്ലാത്തൊക്കെ ഫോണിലേക്ക് പോട്ടെ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇവിടെ വന്നിട്ട് ഇതാ സദീഖ് മൗലിദ് ആഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉമർ ഖത്താബ് പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നു, ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഫ്ലക്സ് ഒട്ടിക്കുമ്പോൾ അതൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആരായത്ത് ഞങ്ങൾക്ക് ആയത്ത് മുറിക്കണ ഏർപ്പാട് ഞാൻ ഫുൾ ആയത്താവുന്നതിന് നിങ്ങൾ ആരെ ചോദിച്ചുകൊണ്ട് ആരാ പറഞ്ഞത്? ആ ശൈലി ശരിയല്ല. നേരെ മറിച്ച് പിൽക്കാലത്ത് ഹിജ്റ 700-കളിൽ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഇവര് ഏർപ്പാടുണ്ടാക്കി കൊണ്ടുവരിക. ഷിയാക്കളിൽ നിന്ന് കടമെടുത്ത് 7-ാം നൂറ്റാണ്ടിൽ രാജാവ് കൊണ്ടുവരിക. എന്നിട്ട് അത് കൂടി ആഘോഷിക്കുക. എന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുക ഇത് പാടില്ല ആയത്തുണ്ടോ? അതിനർത്ഥം പറഞ്ഞാൽ നാളെ പോയിട്ട് സുബഹി 3 നിസ്കരിച്ചോളി, നാളെ പോയിട്ട് സുബഹി 3 നിസ്കരിക്ക്. എന്നിട്ട് മമ്മൂമിയോട് പറയും ഒരൊറ്റ ആയത്ത് 3 നിസ്കരിക്കാൻ പാടില്ല എന്ന് കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ 3 നിസ്കരിക്കും എന്ന് നിങ്ങൾ പറയും. ഫർദ് നിസ്കരിക്കലുണ്ടെങ്കിൽ നിങ്ങൾ അതാ ചെയ്യേണ്ടത്. അതേസമയം ഈ ശൈലി അല്ല ദീനിന്റെ ശൈലി. നേരെ മറിച്ച് അല്ലാഹു റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക. ആ കൊണ്ടുവന്നതിൽ നബിദിനാഘോഷമില്ലേ ഇല്ല, നബിദിനാഘോഷമില്ലേ ഇല്ല. ഒരു സംശയം ഞങ്ങൾക്കില്ല, നിങ്ങൾക്കും സംശയമില്ല, നിങ്ങൾക്കും സംശയമില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ജൂതന്മാരോട് പറഞ്ഞല്ലോ അവർക്ക് റസൂലാനെ അറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കൾ അറിയുന്ന പോലെ അവർക്ക് നബിയെ അറിയാം, പക്ഷെ ഒരു അംഗീകരിച്ചില്ല. അപ്പാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പാ അള്ളാഹു റസൂലിന്റെ ഒരു മാതൃക വിഷയത്തിലില്ല, സ്വഹാബത്തിന്റെ മാതൃക ഇല്ല, താബിഈങ്ങളുടെ മാതൃക ഇല്ല, തബഉ താബിഈങ്ങളുടെ മാതൃക ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ മാതൃക ഉണ്ടോ അത് ദീനാവൂല, ആ മാതൃക ഇല്ലേ ദീനാകുന്ന പ്രശ്നമേ ഇല്ല. ആരെന്തുകൊണ്ടെന്നാലും ശരി. അതാ ഇമാം മാലിക് പറഞ്ഞത് മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഇമാം മാലിക്കാണ് പഠിപ്പിച്ചത്. ഞങ്ങളെ വക അല്ല, ഞങ്ങളെ വക ഒരു ബടായി ഇവിടെ പറയുന്നില്ല, നിങ്ങളെ പണിയാ. ഞങ്ങളെ വക ഒന്നും പറയുന്നില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ എന്നിട്ട് യറാഹ ഹസന അവൻ പറയാൻ നല്ല ബിദ്അത്താണ്. അതൽപ്പങ്ങളും പറഞ്ഞു ഇവിടെ ഒരു ബിദ്അത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് അവൻ പറയുന്നു യറാഹ ഹസന, ഇത് ഹസനത്താണ്, നല്ല ബിദ്അത്താണ് എന്നവൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വഞ്ചിച്ചുവെന്നാണ് എന്ന് ഇമാം മാലിക് പറഞ്ഞു. എന്താ കാരണം? അല്ലാഹ് പറയാ ദീന് പൂർത്തിയാക്കി, മോലമാര് പറയാ പൂർത്തിയാക്കിയ ദീനില്ലെങ്കിലും പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നു. അതിനർത്ഥം എന്താ? നബി നമ്മളെ പറ്റിച്ചതല്ലേ? പടച്ചോൻ പോലെ ദീനെ പൂർത്തിയാക്കി. നിങ്ങളെ പോലത്തെ മോലമാര് പറയാ ആ പൂർത്തിയാക്കിയ ദീനിന് കാണൂല, എന്നാൽ പിൽക്കാലത്ത് ഉണ്ടായില്ല, എന്നാ പാടില്ല ആയത്തുണ്ടോ? അതിനർത്ഥം നബി നമ്മളെ പറ്റിച്ചു. അതൊരു സുന്നിയായ പ്രശ്നമൊന്നുമല്ല. ഇത് ജയിച്ചത് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തോൽക്കാൻ ജയിക്കാനുള്ള ഏർപ്പാടൊന്നുമല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ ഈ കാണുന്ന സാധാരണക്കാരെ മുഴുവൻ പറ്റിച്ചിട്ട് ഈ നാട്ടിൽ എത്ര ഫ്ലക്സങ്ങൾ വെച്ചത്? സ്വഹാബിമാരുടെ പേര് കളവുകൾ വെച്ചില്ലേ, താബിഈങ്ങളുടെ പേര് കളവുകൾ വെച്ചില്ലേ, ഖുർആന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചിട്ട് ഇവിടെ എഴുതി വെച്ചില്ലേ, നബിദിനം ആഘോഷിക്കാൻ തെളിവേറിട്ട് ആയത്ത് കൊടുത്തില്ലേ, നബിദിനാഘോഷം എഴുത്തൊക്കതിനേക്കാൾ പുണ്യാണെന്ന് നിങ്ങൾ എഴുതി പ്രചരിപ്പിച്ചിട്ടില്ലേ, 3 പെരുന്നാളാമക്കുള്ളത് എഴുതിയിട്ടില്ലേ? അതൊന്നും ഇപ്പം ഉണ്ടാട്ടില്ല. നേരെ മറിച്ച് ഈ വക നൊട്ടിന്യായം പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതൊക്കെ കൊണ്ടുവരികള് അതാ വേണ്ടത്. എന്നാ നമുക്ക് ഒന്നിച്ച് യാനേബിൻ പഠിപ്പിരിയ ഒരു പ്രശ്നമില്ല. അങ്ങനെ അടിസ്ഥാനമുണ്ടോ, അങ്ങനെ തെളിവുണ്ടോ? ഒന്നിച്ച് നമുക്ക് ആഘോഷിക്കാം. ഇല്ലേ ഇത് ദീനല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കാർക്കുമില്ല. അതുകൊണ്ട് ആ വക ശൈലി ഒഴിവാക്കിയിട്ട് ഇതിൽ അസുരുണ്ടോ അത് നിങ്ങൾ പറയും. അല്ല ഇത് കറാഹത്താണ്, ആയത്തുണ്ടോ? ഇല്ല, അങ്ങനെ ആയത്തില്ല.
ഇത് ഹറാമെന്ന ആയത്തുണ്ടോ? അങ്ങനെ ആയത്തില്ല. അങ്ങനെ നോക്കിയ ലോകത്ത് ഏതൊക്കെ ഹറാമാൻ എടുക്കാൻ പറ്റുക? ഇനി ആയത്തുള്ള ഹറാമ ഒഴിവാക്കിണ്ടോ? അല്ല ഹറാമായിട്ട് നേക്കുന്നതിനെ പറഞ്ഞ സംഗതിയാ. പന്നിമാംസം ഹറാമാണ്, അത് നിങ്ങൾ ഒഴിവാക്കി. ശവം ഹറാമാണ്, അത് നിങ്ങൾ ഒഴിവാക്കി. രക്തം ഹറാമാ, അത് നിങ്ങൾ ഒഴിവാക്കി. അല്ലാഹു അല്ലാത്ത പേര് പ്രഖ്യാപിക്കപ്പെട്ട ബലിമൃഗം ഹറാമാണ്, ഒഴിവാക്കിയിട്ടുണ്ടോ? വ്യക്തമായ ആയത്ത. അല്ലാഹുല്ലാത്ത പേര് നേർച്ച നേരപ്പെട്ടത്, അല്ലാഹുല്ലാത്ത പേര് ബലിയെടുക്കപ്പെട്ടത് ഹറാമാണ് വ്യക്തമായിട്ട് പഠിച്ചുള്ള ആയത്തിറക്കിയിട്ട് നിങ്ങൾ സ്വീകരിച്ചോ? ചോദ്യം കേട്ട വിചാരിക്കുക ഹറാം എന്ന ആയത്തുണ്ടായാൽ നിങ്ങൾ ഇപ്പൊ ഹറാം ഒഴിവാക്കുന്നു. ഇല്ല ഹറാമ് മുഴുവൻ ഭാര്യപ്പോൾ നടക്കും ചെയ്യാം, ഇല്ല ആയത്തുണ്ടോ ചോദിക്കും ചെയ്യാം. അവിടെ ആ ശൈലി മുസ്ലിയാരെ നല്ലതല്ല. ഹറാം എന്ന് പറഞ്ഞ് ഞാനല്ല, മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ അല്ലാമ ഉമർ അൽ ഫാക്കിഹാനി അദ്ദേഹമാണ് പറഞ്ഞത്, വലം യബ്ഖ ഇല്ലാ അൻ യകുന മക്റൂഹൻ ഔ ഹറാമാ. ഒന്നുകിൽ കറാഹത്താകും അല്ലെങ്കിൽ ഹറാമാകും. എന്തുകൊണ്ട്? ദീനിൽ ബിദ്അത്ത് ഉണ്ടാക്കലാണ്, അത് ഹറാമാണ് എന്ന് ന്യായമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങളിവിടെ ഓതിയ ആയത്തിനെ വിശദീകരിച്ച് ഏത് മുഫസ്സിറാണ് അതിൽ നബിദിനാഘോഷം ഹറാമാണെന്നോ കറാഹത്താണെന്നോ വിശദീകരിച്ചത്? എനിക്ക് അതാണ് കിട്ടേണ്ടത്. ഈ ആയത്ത് എവിടില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, അള്ളാഹുവിന്റെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷം കഴിക്കുന്നത് ഹറാം ഇല്ല. സംശയമില്ല. കാരണം എന്താ? ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആഘോഷമില്ല. അതാണ് ഖുർആൻ ഇറങ്ങിയ കാലത്ത് ആഘോഷമില്ല. ഇപ്പൊ നിങ്ങൾ സക്കാഫിയാണെന്ന് ഖുർആൻ ഉണ്ടാവോ? ഇല്ലല്ലോ. എന്താ കാരണം? എന്നാ സാധനം ഉണ്ടാ. എന്ത് പോയത്താ മുസ്ലിം ചോദിക്കുന്നത്? എന്ത് പോയത്താത്? ഖുർആൻ ഇറങ്ങി 630 കൊല്ലങ്ങളുടെ ഏർപ്പാടുണ്ടാവുന്നത്. വിശുദ്ധ ഖുർആനിലെ അവസാന ആയത്തും ഇറങ്ങി 630 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുദഫർ രാജാവ് മരിക്കുന്നത്. അയാളല്ലേ തുടങ്ങിയത്? മലിക്കുൽ മുദഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണു വൻധർമ്മിഷ്ഠന, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ. 630 മുദഫർ രാജാവാ ഇത് കൊണ്ടുവരുന്നത്. അയാൾ തുടങ്ങിയ ഏർപ്പാടാ. അതിനു മുമ്പ് ഷിയാക്കൾ തുടങ്ങിയത്. ഷിയാക്കൾ തുടങ്ങിയതിനാണ് ഖുർആൻ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ ഖുർആൻ ഇറങ്ങി നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകത്ത് ചങ്ങാതി ഒരു പുതിയ സാധനം കൊണ്ടുവരാം. അതിനെ പിന്നാലെ കുറച്ച് സക്കാഫികളൊപ്പം കൂടാ. എന്നിട്ട് പറയാം അത് പാടില്ല, ആയത്തുണ്ടോ? നിങ്ങൾ എല്ലാ ഹറാമും ചെയ്തോളി എന്നേ പറയാനുള്ളൂ. എല്ലാ ഹറാമും ചെയ്തോളി. എന്താ കാരണം? ഇത് ഹറാമാണ്, ഖുർആൻ ഉണ്ടോയിക്ക അത് കാണൂല, എന്നാ ഞാൻ ചെയ്യാണ് എന്ന് തീരുമാനിച്ചോളി. വളരെ തുച്ഛമേ ഖുർആൻ ഉണ്ടാവില്ല ഹറാമായത്. വ്യഭിചാരം ഹറാമാണ്, ഖുർആനുണ്ട്. പലിശ ഹറാമാണ്, ഖുർആനുണ്ട്. അതേപോലെ മദ്യം ഹറാമാണ്, ഖുർആൻ. മദ്യം ഹറാമാണ്, ഖുർആനില്ല. നിങ്ങൾ ഒഴിവാക്കണില്ലേ എന്ന് ചോദിച്ചുള്ളൂ. ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ ഒഴിവാക്കണില്ലേ എന്ന് ചോദിച്ചത്. ഹറാമാണ് ഖുർആൻ പറഞ്ഞിട്ടില്ല. നഞ്ഞ ദേശം അതും ആവാ എന്ന് വേണി പറയുന്നൊക്കെ. അപ്പൊ ഖുർആനിൽ ഇങ്ങനെ പേരെടുത്ത് ഇത് ഹറാമ്, അത് ഹറാമ്, മറ്റത് ഹറാമ് എന്ന് പറഞ്ഞെങ്കിലേ ഹറാമായി കാണൂ എന്നാണെങ്കിൽ ഇപ്പൊ ജീവിതത്തിലുള്ള ഹറാമിന് പുറമെ വേറെ കുറച്ച് ഹറാമും കൂടി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ശൈലി അല്ല വേണ്ടത്. നേരെ വെച്ചാൽ അല്ലാഹു റസൂൽ പറഞ്ഞത് എന്തിനാ? ദീന് പഠിപ്പിക്കാനാണ്. ദീന് പൂർണ്ണമായും പഠിപ്പിച്ചു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ദീനിനെ ഞാൻ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ദീനിനെ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇനി അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. കൂട്ടിച്ചേർത്താലോ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ മതകാലത്തിൽ അതിലില്ലാത്ത ഒന്ന്, അതിൽപ്പെടാത്ത ഒന്ന് ആര് പുതുതായി കൊണ്ടുവന്നാലും അത് തള്ളപ്പെടേണ്ടതാണ്. ഇത് പുതുതായി കൊണ്ടുവന്നതാണോ? നിങ്ങൾക്കും തർക്കമില്ല, ഒരു മുസ്ലിയാർക്കും തർക്കമില്ല. എല്ലാവരും സമ്മതിക്കുന്നു നല്ല ബിദ്അത്താണ് എന്നെങ്കിലും. അത്രല്ലേ ഉള്ളൂ. നല്ല ബിദ്അത്താണ് എന്നല്ലേ മാക്സിമം ഉള്ളൂ. അപ്പൊ ബിദ്അത്താണ് പിൽക്കാലത്ത് ഉണ്ടായതാ, പുതിയതാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. അവിടെ ബാക്കിൽ നിന്ന് എഴുത്തുകൊടുത്തേക്കപ്പോ. അപ്പൊ യഥാർത്ഥത്തിന് ഇത് ബിദ്അത്താണ് എല്ലാവരും സമ്മതിക്കാം, പിൽക്കാലത്ത് ഉണ്ടായതാണ്. നബി തങ്ങൾ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചു, മൻ അഹദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. മൗലിദിനെ പറ്റി എന്താ പറഞ്ഞത്? ഖദ് ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഇന്ന അമദൽ മൗലിദി ഖദ് ഹദസ, അത് പുതുതായി ഉണ്ടായിരിക്കുന്നു. ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം. ഹദീസിൽ കാണാം മൻ അഹദസ, ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ. എത്ര വ്യക്തമാണ്? ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ തള്ളണം ഹദീസിൽ. ഇത് പുതുതായി കൊണ്ടുവന്നതാണ് നിങ്ങളെ കിതാബിൽ. ഇനി എന്താ അപ്പുറത്തെ ആവശ്യം? അതുകൊണ്ടാണ് അല്ലാമ ഫാക്കിഹാനി അർത്ഥസംഖ്യയുടെ പറഞ്ഞത് ഇത് ഹറാമ് തന്നെ അല്ലെങ്കിൽ കറാഹത്ത് തന്നെ. മാത്രവുമല്ല ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാഹ് ഒരു കാര്യം കൂടി പിന്നെ ശേഷം പറഞ്ഞു, വഹാദാ ജവാബി ബൈന യദൈല്ലാഹി തആല ഇൻ അൻഹു സുഇൽതു. അള്ളാന്റെ മുമ്പിൽ എന്നോട് റബ്ബനോട് ചോദിച്ചാലും ഈ മറുപടി ഞാൻ
പരലോകത്ത് വരുമ്പോ മഹ്ശറിൽ വരുമ്പോ പടച്ച റബ്ബ് എന്നെ വിചാരണ ചെയ്യുമ്പോൾ ആ റബ്ബ് എന്നോട് ചോദിച്ചാൽ, അല്ല ഫാക്കിഹാനി, നിങ്ങൾ ദുന്യാവെന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ ബിദ്അത്താണ്, ഇപ്പൊ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് മഹ്ശറിൽ വെച്ച് എന്റെ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ വഹാദാ ജവാബി ബൈന യദൈല്ലാഹി തആല, അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചും എനിക്ക് പറയാനുള്ള മറുപടി ഇത് തന്നെയാണ്. ഇൻ അൻഹു സുഇൽതു, ഇതേക്കുറിച്ച് എന്നോട് ചോദിക്കപ്പെട്ടാൽ എന്ന. ഇനി 2-3 വാചകം ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചാൽ ഇവിടെ നിന്നൊക്കെ കേൾക്കുള്ളൂ, വേറെ ഒന്നും കേൾക്കൂല. അതുകൊണ്ട് എന്താ അറിയോ, ഒന്ന് അൽ മുഅല്ലിം മാസിക, ഈ കെ വിഭാഗം സുന്നികൾ, അതിൽ പറയാ 2006 ഏപ്രിൽ, ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. അഥവാ ആ ചർച്ച പറഞ്ഞ് അതിനിടയ്ക്ക് ഭാരത സംഭവങ്ങൾ പറഞ്ഞ് പിന്നെ പറയാ ഇനി അതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. പ്രവാചകന്റെ കാലത്ത് നബി തിരുമേനിയുടെയോ ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യപുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും നിർദ്ദേശിച്ചിട്ടുമില്ല. കണ്ടോ, നബിന്റെ കാലത്ത് ആ ഏർപ്പാടില്ല, അതുകൊണ്ട് നബി അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. നബിയുടെ കാലത്ത് ഇങ്ങനത്തെ ഏർപ്പാടില്ല, അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നെ ഒലവക കൂട്ട്, കണ്ടോ, നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പക്ഷേ ഒലവക. എന്താ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രത്യേകമായി ലഭിച്ച അനുഗ്രഹത്തിന്റെ പേരിൽ നന്ദി പ്രകടിപ്പിക്കാനും സന്തോഷം പ്രകടിപ്പിക്കാനും നബി തിരുമേനി നിർദ്ദേശിച്ചതും അംഗീകരിച്ചതും സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതിന് സംശയവുമില്ല. അത് അംഗീകരിച്ച നബി റബീഉൽ 12 ആഘോഷിക്കാൻ പറഞ്ഞില്ല. നബിയുടെ വായിൽ നിന്ന് അത് കേട്ടുപറ്റിയ സ്വഹാബിമാർ റബീഉൽ മാസത്തെ പ്രത്യേകമായി യാതൊന്നും ചെയ്തില്ല. പിന്നെ മുസ്ലിം ചോദ്യം എന്താ അറിയോ, 12 ഒഴിവാക്കിയിട്ട് എന്നും അദ്ദേഹം തർക്കമില്ലല്ലോ. ഒരു തർക്കമില്ല, എന്നും ചെയ്യണം. മദ്ഹ് മാത്രമല്ല, എല്ലാ സമയത്തും രാവിലെ ബെഡിൽ നിന്ന് എണീക്കുമ്പോ നമ്മളൊക്കെ എണീക്കാൻ എങ്ങനെ, അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഇതെന്തിനാ നമ്മൾ ചൊല്ലണത്? എന്റെ ഹബീബ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് രാവിലെ എണീക്കുമ്പോൾ ഇത് ചൊല്ലിയിട്ടായി എണീറ്റത്. ഇത് ചൊല്ലാനായി എന്നെ പഠിപ്പിച്ചത്. ആ ഹബീബിന്റെ സ്മരണ അവിടെ ആരംഭിക്കുന്നു. രാത്രി കിടക്കാൻ പോകുമ്പോ എല്ലാ ദിക്റും നിർവഹിച്ച് അവസാനമായി അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ളുഹ്രി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജാ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബിക അല്ലദീ അൻസൽത വബിനബിയിക അല്ലദീ അർസൽത എന്നും പറഞ്ഞ് അവസാനമായി കിടക്കുമ്പോ എന്തിനാത്? എന്റെ ഹബീബ് അങ്ങനെയാണ് രാത്രി കിടന്നത്, എന്റെ ഹബീബ് അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. അതിൽ ആർക്കും തർക്കമില്ല മുസ്ലിയാരെ. ഇവിടെ പ്രശ്നം എന്താ അറിയോ, ഇവിടെ പ്രശ്നം ഇതാ അൽ ഇർഫാദ് മാസിക AP സുന്നിയാൾ എന്താ പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്. മുസ്ലിങ്ങൾക്ക് 3 ആഘോഷ ദിനങ്ങളാണുള്ളത്. 1 ഈദുൽ അദ്ഹ, 2 ഈദുൽ ഫിത്ർ, 3-ാമത്തേത് ഈദു മീലാദി റസൂലില്ലാഹ്, തിരുനബിയുടെ ജന്മദിനം. കണ്ടോ, മുസ്ലിങ്ങൾക്ക് 3 ആഘോഷം. 1 ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ. അത് എവിടെയുണ്ട്? ഖുർആനിൽ സൂചനയുണ്ട്, ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. 2-ാമത് ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ. എവിടെയുണ്ട്? ഖുർആനിൽ സൂചനയുണ്ട്, ഹദീസിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. 3-ാമത് ഈദു മീലാദ് റസൂലില്ലാഹ്, എവിടെയുണ്ട്? ഖുർആനിലില്ല, ഹദീസിലില്ല, സ്വഹാബിമാർക്ക് പരിചയമില്ല, താബിഉകൾക്ക് പരിചയമില്ല, താബിഉകൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, 4 ഇമാമിങ്ങൾക്ക് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പരിചയമില്ല. നേരമത്തെ ഷിയാക്കൾ ഉണ്ടാക്കി മുദഫർ രാജാവ് ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു എന്നല്ലേ പറയാനുള്ളത്? അതെങ്ങനെ നമുക്ക് 3-ാമത്തെ ഈദായി മാറി? നബി തങ്ങൾ പറഞ്ഞെന്താ? ഖദ് അബ്ദലക്കുമുല്ലാഹു ഖൈറൻ മിൻഹാ, ആ ജൂതന്റെ ആഘോഷങ്ങളെക്കാൾ ഖൈറായത് നിങ്ങൾക്ക് റബ്ബ് പകരം തന്നു എന്ന് പറഞ്ഞിട്ടാണ് 2 പേരിൽ നിശ്ചയിച്ചത് തന്നെ. ഈ ഹദീസ് കിതാബൊക്കെ എടുത്ത് നോക്കി, പെരുന്നാളിന്റെ സുന്നത്തുകൾ അവിടെ കാണും, ഈദുൽ ഫിത്റിന്റെ സുന്നത്തുകൾ, ഈദുൽ അദ്ഹയുടെ സുന്നത്തുകൾ വിശദമായ ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്, ഫിഖ് ഗ്രന്ഥങ്ങളിലുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളിലും അതുമായി ബന്ധപ്പെട്ട അധ്യായങ്ങൾ പോലും ഉണ്ട്. എന്താണ് ഈദ് മീലാദ് റസൂലിന്റെ സുന്നത്ത് എവിടെ പറഞ്ഞത്? ഏത് കിതാബിലുള്ളത്? എവിടെയാണ് അത് പരാമർശിച്ചത്? ഇമാം ബുഖാരി, ഇമാം മുസ്ലിം അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാരോ മുഫസ്സിറുകളോ ഫുഖഹാക്കളോ അവരാരെങ്കിലും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഈ മീലാദിന്റെ ഈദിന്റെ മര്യാദകൾ, സുന്നത്തുകൾ, അതിന്റെ വാജിബാത്തുകൾ, ഫർള്, റുക്നുകൾ എന്ന് പറഞ്ഞ എണ്ണിപ്പറഞ്ഞ എവിടെങ്കിലും ഉണ്ടോ? എന്തിനാ മുസ്ലിം നമുക്ക് ഷിയാക്കളെ ഏർപ്പാട്?
എന്തിനാ ഷിയാക്കള് ഈ രീതികൾ, എന്തിനാ വക രീതികൾ? അള്ളാഹു റസൂൽ പഠിപ്പിച്ച് ചെയ്താൽ പോലെ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബത്തോ താബിഈകളോ തബഉ താബികളോ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളോ ഹസൻ ബസ്രി അടക്കം നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളോ ഈ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും അവർ നിർവഹിച്ചിട്ടേ ഇല്ല. അവിടെ അവരെ പേര് കളവ് പ്രചരിപ്പിച്ച് സാധാരണക്കാരെ പറ്റിക്കുന്ന അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ വേണേ ആഘോഷിച്ചോളി, പക്ഷേ ഇത് ദീനാന്ന് പറയണ്ട, ഇത് ഇസ്ലാമാന്ന് പറയണ്ട, ഇത് പുണ്യമാണെന്ന് പറയണ്ട, ഇത് അവിടേക്ക് മാതൃകയുണ്ട് എന്ന് അവരെ പേരിൽ നിങ്ങൾ കളവ് പറയേണ്ടതില്ല എന്ന് കൂട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി വൽ ഫായിസീന ബിറിദല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫൈസൽ മൗലവി സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുസ്ലിയാർ ചോദിച്ചല്ലോ, നബിദിനാഘോഷം ഹറാമാണ് എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് ഏതാണ്? അല്ലാഹു തആല ഏത് ആയത്തിലൂടെയാണ് അത് ഹറാമാണ് എന്ന് പറഞ്ഞു ചോദിച്ചല്ലോ. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മാന്യന്മാരായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന ആ നിലയ്ക്ക് ജീവിക്കുന്ന നല്ല ആളുകളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഇന്ന് ഈ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ബർസഞ്ചി മൗലിദ്, സുബ്ഹാൻ മൗലിദ്, ഷറഫുൽ അന മൗലിദ്, അതുപോലെ മങ്കൂസ് മൗലിദ്, സരന്ദീപ് മൗലിദ്, മഹ്മൂദ് മാല, ഇങ്ങനെ 5-8 കാര്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. ഇത് പലപ്പോഴും നമ്മുടെ ഉസ്താദുമാരല്ലേ നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്നത്. അത് വലിയ ഭവ്യതയോടുകൂടി വലിയ ആദരവോടുകൂടി മുണ്ടൊക്കെ വിരിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ട് ചിലപ്പോ കുറച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ അതിന് മുമ്പ് നടത്തിയിട്ട് വലിയ ഒരു ഗൗരവത്തോടു കൂടിയും പ്രാധാന്യത്തോടു കൂടിയും നമ്മുടെ ഉസ്താദുമാർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ തെറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് ചിലപ്പോൾ സാധാരണക്കാരും ചിന്തിക്കാറുണ്ട്. എന്റെ മാന്യന്മാരായ സഹോദരന്മാരോട് ഞാൻ പറയാം, ഈ മങ്കൂസ് മൗലിദ് അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാം, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീൻ വസമ്മാഹു മുഹമ്മദാ. ഇത് തുടങ്ങുന്ന ആ വചനം, ഇതിന് തെളിവെന്താ? ഇത് എവിടെ വന്നു? ഏത് ഹദീസിലുള്ളതാ? ഏത് ആയത്തിലുള്ളതാ? സ്വഹീഹായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വന്ന് ഇതാ ഇന്ന ഹദീസ് പണ്ഡിതനും ഇന്ന മുഹദ്ദിസ് ഉദ്ധരിച്ചു എന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാണോ? ആ വിഷയത്തിൽ അത് ഞങ്ങളുടെ അഭിപ്രായമാണ്, അത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് എന്ന് പറഞ്ഞ് സ്വന്തമായി അങ്ങനെ വെറുതെ തട്ടിവിടുകയാണോ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ? അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 വരികൾ കഴിഞ്ഞാൽ പിന്നെ താഴെ വരുന്ന വിഷയം എന്താണ്? റൂബിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, കുൻതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു പ്രകാശമായിരുന്നു. ഖബ്ല അൻ യഖ്ലുഖ ആദമ ബി അൽഫി ആമിൻ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഒരു പ്രകാശമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എവിടെ പ്രവാചകൻ പറഞ്ഞത്? അങ്ങനെ ഉണ്ട് ഹദീസിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാത്ത ഒരു കാര്യം അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒരു കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതത്തിൽ അതിന്റെ ഹുക്കം എന്താ? വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹ് പറയാത്ത ഒരു കാര്യം അല്ലാഹ് പറഞ്ഞു എന്ന് ആ റബ്ബിനെ സംബന്ധിച്ച് കളവ് കെട്ടിച്ചമച്ച് പറയുന്നവനേക്കാൾ ലോകത്ത് വേറെ വലിയ അക്രമി ആരുണ്ട്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ആ അക്രമല്ലേ സഹോദരന്മാരെ, പൊന്നു മുസ്ലിയാക്കന്മാരെ, ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊണ്ട് നമ്മൾ ചൊല്ലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര കളവുകളാ! മൗലിദുകൾ പരിശോധിച്ചു നോക്കിയാല് മങ്കൂസിലും ഷറഫുൽ അനാമിലും ബർസഞ്ചിയിലുമെല്ലാം അല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഉണ്ടാകുക, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, എനിക്ക് വഹയായി നൽകിയിരിക്കുന്നു എന്ന്. അല്ലാഹു ഖുർആനിൽ പരാമർശിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിക്കാത്ത കാര്യമാണ് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കളവ് ആവർത്തിച്ച് അല്ലാഹുവിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പേരിൽ ഈ കളവ് നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് സാധാരണക്കാരെ കൊണ്ട് മുസ്ലിംമാർ ചെയ്യിപ്പിക്കുന്ന വലിയ തെറ്റാണ്. കാരണം ഈ മങ്കൂസ് മൗലിദ് ഓതുമ്പോ, ഈ ഷറഫുൽ അനാം പാരായണം ചെയ്യുമ്പോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാല റസൂലുള്ളാഹ് കാലല്ലാഹ് എന്ന് പറയുമ്പോഴല്ലേ അതൊരു ഹരണ്ടാവുള്ളൂ. എന്ന് മാത്രമല്ല ഇതിന് ദീനുമായി ബന്ധമുണ്ട് എന്ന് സാധാരണക്കാരായ ആളുകൾക്കും തോന്നണ്ടേ. അതിന് കാല റസൂലുള്ളാഹി തട്ടിവിടുമ്പോ അത് വലിയ ഗൗരവമുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാത്ത ഒരു കാര്യം ആ പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ മതവിധി എന്താ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനൻ നാർ. ഞാൻ പറയാത്ത ഒരു കാര്യം എന്റെ പേരിൽ വല്ലവനും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ അവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മൗലിദുകളിലൂടെ എത്ര കാര്യങ്ങളാണ് നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
അപ്പൊ ഖുർആനിന് ഘടകവിരുദ്ധമായ ഒരു ആശയം തന്നെയാണ് മൗലിദാഘോഷം എന്നുള്ളത്. അല്ലാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ തന്നെയാണ്, ആയത്തുകളിലൂടെ നിഷിദ്ധമെന്ന് പഠിപ്പിച്ച കാര്യം തന്നെയാണ് മൗലിദാഘോഷത്തിലൂടെ മുസ്ലിയാക്കന്മാരെ ഈ സാധാരണക്കാരെ കൊണ്ട് നിങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനിച്ചില്ല, കേട്ടോളൂ നിങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മങ്കൂസ മൗലിദിൽ പറഞ്ഞു, അത് 2000 കൊല്ലം മുമ്പ് സൃഷ്ടിക്കപ്പെട്ടു എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന ഒന്നാമത്തെ കളവ്. രണ്ടാമത്തെ കളവ് കേട്ടോ, ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് പ്രവാചകന്റെ ആ പ്രകാശം 70,000 കൊല്ലം മുമ്പ് സൃഷ്ടിച്ചു എന്നാണ്. ആരാ പറഞ്ഞ്? അതാര് പറഞ്ഞു? ഇതാ പറയുന്നു, ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. പ്രവാചകന്റെ പേരിൽ രണ്ടാമത്തെ കളവ്, പ്രവാചകന്റെ പേരിൽ അടുത്ത കളവ്. അവ്വലു മാ ഖലഖല്ലാഹു നൂരി ഫഇന്നഹു സജദ ലില്ലാഹി സിനീന വഖാല അല്ലാഹു തആല. അടുത്ത വരി കേട്ടോ, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ പേരിൽ കളവ്, പ്രവാചകന്റെ പേരിൽ കളവ്. ഇതാ ജഅല മുഹമ്മദ് മൗലിദിന്റെ അവസ്ഥ, ഇതാ ശറഫുൽ അനാമിന്റെ അവസ്ഥ, ഇതാ മങ്കൂസ് മൗലിദിന്റെ അവസ്ഥ. ഇങ്ങനെ അല്ലാഹ് പറയാത്ത കാര്യങ്ങൾ, പ്രവാചകൻ പറയാത്ത കാര്യങ്ങൾ അല്ലാഹ് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു എന്നിങ്ങനെ ആവർത്തിച്ച് ഈ ആളുകളെ കൊണ്ട് കളവ് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് അല്ലാഹു തആല പറഞ്ഞ ആയത്തിന് നേരെ വിരുദ്ധമായ എതിരായ കാര്യമാണ്. അതുകൊണ്ട് മൗലിദാഘോഷം ഹറാമാണ് എന്നും അത് തെറ്റാണ് എന്നും വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സമർത്ഥിക്കുവാൻ സാധിക്കും. പിന്നെ സറംദീപ് മൗലിദ്, ആ സറംദീപ് മൗലിദിലും കാണാം, ഇന്നല്ലാഹ തആല ഖാൽ, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് അസുഖം ഉണ്ടാവും, ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, സാരില്ല, അത് വിഷയാക്കേണ്ടതില്ല. ഇത് കുറച്ച് കഴിയുമ്പോ അവസാനം നമുക്ക് ചെറിയൊരു മാറ്റം വരും. ഒന്ന് രാത്രി പോയിട്ട് മലന്ന് കടന്ന് നല്ലപോലെ ആലോചിച്ചാൽ ഈ പ്രയാസമൊക്കെ മാറും. അള്ളാഹുവിന്റെ തൗഹീദ് ഉൾക്കൊള്ളുമ്പോ, ഇത്രയും കാലം സ്വീകരിച്ച ശിർക്ക് ഖുറാഫാത്തുകൾ ബിദ്അത്തുകൾക്കെതിരെ സംസാരിക്കുമ്പോ, അത് മനസ്സിലേക്ക് തറക്കുമ്പോ കുറച്ചൊക്കെ ഒരു പ്രയാസം ഉണ്ടാകും. ഇന്ന് രാത്രി പോയിട്ട് വുളു എടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, റബ്ബേ ഒരുപാട് പ്രസംഗം ഞാൻ ഇന്ന് കേട്ടു, ഇതിനു മുമ്പ് ഒരുപാട് ബിദ്അത്തുകളും ശിർക്കുകളും ചെയ്തിട്ടുണ്ട്, അല്ലാഹ് പറയാത്ത കാര്യം അല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ പറയാത്ത കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ പുറത്തു തരണേ, ഹിദായത്ത് തരണേ എന്ന് അള്ളാഹുവോട് നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്താൻ ഈ കൂക്കുന്ന സാധാരണക്കാർക്ക് സാധിക്കും. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കൂക്കിയവരാ. ഒരു കാലഘട്ടത്തിൽ ഈ നിൽക്കുന്ന ആളുകളൊക്കെ കൂക്കിയവരായിരുന്നു. കൂക്കി തോറ്റ് പ്രമാണങ്ങളെ കൂക്കൽ കൊണ്ട് തോൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഈ ആദർശത്തിലേക്ക് കടന്നു വന്നു. കൂക്കിയത് കൊണ്ട് മൗലിദിലെ കളവ് ഇല്ലാതാവുകയില്ല, കൂക്കിയത് കൊണ്ട് മൗലിദിൽ പറഞ്ഞ ആരോപണങ്ങൾ ഒരിക്കലും ഇല്ലാതാവുകയില്ല. കേട്ടോ, എന്താ സറന്ദീപുകാരൻ പറഞ്ഞത്? ഇന്നല്ലാഹ തആല ഖാൽ, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ഖലഖതു നൂറ മുഹമ്മദിൻ മിൻ നൂരി, മുഹമ്മദ് നബിയുടെ നൂറിനെ ഞാൻ എന്റെ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു. ഈ ആയത്ത് എവിടെയുള്ളത്? ഖാലല്ലാഹു തആല എന്ന് പറയുന്ന ഈ ആയത്ത് എവിടെയുണ്ട്? സറന്ദീപ് മൗലിദുകാരൻ പറഞ്ഞ ഈ ആയത്ത് അവിടെ ഉണ്ട്. ചോദ്യമാണ്. ഇനി കേട്ടോ, തറഫുൽ ആനം മൗലിദ്, അതിലും പറയുന്നുണ്ട്. അതേപോലെ തറഫുൽ ആനം മൗലിദിന് ആദ്യ ഭാഗത്ത് തന്നെ കാണാം, സുമ്മ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ഖലഖ 7,000 അബ്ഹുരിൻ, 7,000 കടലുകൾ സൃഷ്ടിച്ചു. അല്ലാഹ് സൃഷ്ടിച്ചു എന്നാ ഏത് ആയത്തിലാണുള്ളത്? ഏത് ഹദീസിലാണുള്ളത്? ചുരുക്കി പറഞ്ഞാൽ മൗലിദുകൾ ഏത് പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം അല്ലാഹ് പറയാത്ത കാര്യം അല്ലാഹ് പറഞ്ഞു എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത കാര്യം പ്രവാചകൻ പറഞ്ഞു എന്ന് കള്ളം പറയുന്ന ഏർപ്പാട് ഉള്ളത് കൊണ്ട് അത് അല്ലാഹു തആല ഹറാമാക്കിയ കാര്യമാണ്. അല്ലാഹുവിന്റെ പേരിലും കളവ് പറയാൻ പാടില്ല, പ്രവാചകന്റെ പേരിലും കളവ് പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷം ഹറാമാണ് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിയാർക്ക് എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഹക്കീം മുസ്ലിയാർ ചോദ്യം ഉണ്ടോ? ചോദിക്കൂ വേഗം ചോദിക്കൂ. ശബ്ദിക്കണ്ട. ഹക്കീം മുസ്ലിയാർ ചോദിക്കൂ. ശബ്ദിക്കണോ? ശബ്ദിച്ചോട്ടെ, നിങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നുള്ളൂ. ഫൈസൽ മൗലവിയുടെ വിശദീകരണത്തിൽ നിന്ന് അള്ളാഹുവിനിക്ക് പരിധി കൊടുക്കുകയാണ്. അള്ളാഹു ഇത്ര വരെ പറയാൻ പാടുള്ളൂ, ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യമൊന്നും അള്ളാഹു തആല പറയാൻ പാടില്ല. കാരണം അതിന്റെ മുമ്പ് വരുന്ന ഖുർആന് ഇറങ്ങുന്നതിന് മുമ്പുണ്ടാകുന്ന സംഭവങ്ങൾ മാത്രമേ അള്ളാഹു തആലക്ക് പറയാൻ പാടുള്ളൂ എന്ന ഒരു പരിധി മൂപ്പര് നിശ്ചയിച്ചു. അള്ളാഹു തആലക്ക് അങ്ങനെ പരിധി നിശ്ചയിക്കാൻ പറ്റുമോ? ഒന്ന് മാത്രമല്ല, ഇപ്പൊ അതിന്റെ ഇടയിൽ കയറിയിട്ട് വിഷയം തിരിച്ചു വിടുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഒരു വിഷയത്തിൽ നിന്ന് ചർച്ച ചെയ്ത് അത് തീരുമാനമാക്കാൻ ഏറ്റവും നല്ലത്. ആയത്തിൽ മൗലിദിൽ പറഞ്ഞ മുഴുവൻ വിഷയത്തിനും അസുലുണ്ട്. ഇവിടെ നിങ്ങൾ എഴുതി വെച്ച ആ പ്രകാശം എന്ന് പറഞ്ഞതിനും വ്യക്തമായ അസുലുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഉസ്താദുമാർ മുഖാമുഖം സംഘടിപ്പിക്കുമ്പോൾ ഒരു കുട്ടികൾ വന്ന് ചോദിക്കൂല, എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. ഇത് നിങ്ങളോട് ചോദിക്കാനുള്ള അവസരം. ഞങ്ങളുടെ ചോദ്യത്തിന് ചോദ്യം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ കാര്യങ്ങളും വിഷയങ്ങളും എല്ലാരും മനസ്സിലാക്കട്ടെ.
അപ്പോ ഈ നിങ്ങൾ പറഞ്ഞതിന് മുഴുവൻ തെളിവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശമാണ് ആദ്യ സൃഷ്ടി എന്നത് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് വഹുവ നൂറു നബിയിക യാ ജാബിർ എന്ന് മുസന്നഫിന്റെ ഹദീസിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാലോ. പക്ഷെ ഒരു വിഷയത്തിൽ തന്നെ തീരുമാനം ആവട്ടെ. മൗലിദിന്റെ വിഷയത്തിൽ നമ്മൾ തീരുമാനം ആയില്ലല്ലോ. ഒരു ആയത്ത് വിശദീകരിച്ച് ഏതെങ്കിലും മുഫസ്സിർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് നിങ്ങൾ അംഗീകരിച്ചു. അപ്പോ ഒരു വിഷയം നാം ചെയ്യണമെങ്കിൽ ഖുർആനിൽ വേണമെന്നില്ല. ഞാൻ ഖുർആൻ ചോദിക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങളെപ്പോലുള്ള മുജാഹിദുകള് അധികവും ചോദിക്കാറുള്ളത് ഖുർആനിലുണ്ടോന്നാ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നമ്മൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട ക്ലിപ്പൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ 12-നാണോ ജനിച്ചത് എന്ന് ഖുർആനിലുണ്ടോ? ഇത് എന്ത് ചോദ്യാ? അപ്പൊ ഇങ്ങനെ ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ ആളുകളുടെ സ്വഭാവമായതുകൊണ്ട് അതേ രൂപത്തിൽ ചോദിച്ചതാണ്. അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അപ്പൊ ഖുർആനിൽ ഇല്ലാത്തത് ബിദ്അത്താകൂല. ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു സാധനം നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റൂല. ഇപ്പൊ ഈ മുഖാമുഖം ഇത് ബിദ്അത്തല്ലേ? ഇത് ചെയ്യാൻ പറ്റുമോ? ശരി, അവിടേക്കെത്തി അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളെ മറ്റേ മുടിപ്പള്ളിയിലെ ഉദ്ഘാടനം ബിദ്അത്ത് നമ്മൾ എപ്പ പറയുന്നുവോ അപ്പൊ നിങ്ങൾക്ക് പറയാം ഇതും ബിദ്അത്താന്നുള്ളത്. അതാണുള്ളത്. ദീനിലാണ് വിഷയം. ദീനിൽ ഒരു പുതിയ ആചാരം കൊണ്ടുവന്നാൽ മുടി പറയുമ്പോ എടുങ്ങളുണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ഉസ്താദ് നമ്മളെ പറ്റിച്ച് നമ്മൾ പ്രതീക്ഷിക്കൂലല്ലോ. അയാൾ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്ന ഒരു വിചാരിച്ചിട്ട് അതാ ഉപ്പിക്ക് എടുങ്ങാറ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല, വിട്ടുകൊടുക്കുക. അപ്പൊ ഏതായിരുന്നാലും ഇപ്പൊ മൂപ്പര് പറഞ്ഞ ഖുർആാനും ഹദീസും ഇല്ലാത്തോടെ ബിദ്അത്താവില്ല. ബിദ്അത്താവും മുസ്ലിയാരെ ദീനിലുണ്ടാക്കുകയാണെങ്കിൽ അതാണ് പ്രത്യേകത. റോഡ് ഉണ്ടാക്കിയ ബിദ്അത്താവൂല, വീടുണ്ടാക്കിയ ബിദ്അത്താവൂല, ദീനിലുണ്ടാക്കിയ ബിദ്അത്ത്. ഉണ്ടാക്കി. എവിടെ? മുസ്ലിങ്ങൾക്ക് 3 ആഘോഷം: 1 ഈദുൽ അദ്ഹ, 2 ഈദുൽ ഫിത്ർ, 3 ഈദ് മീലാദ് റസൂലില്ലാഹ്. അത് ദീനിക്കാ കൂട്ടിയത്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ് അത് ദീനിക്കാ കൂട്ടിയത്. ഈ മുഖാമുഖം വെള്ളിയാഴ്ച ജുമുഅയേക്കാൾ പുണ്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പായിപ്പിച്ച ഞങ്ങൾ ബിദ്അത്താവും ഒരു സംശയം വേണ്ട. എന്നതുപോലെ ലൈലത്തുൽ ഖദ്ർ പുണ്യാന്ന് ഖുർആൻ പറയാം. അത് ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യാന്ന്. നിങ്ങളെ പ്രസിദ്ധീകരിച്ച് പറയാ ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ് നബി തങ്ങൾ ജനിച്ച ദിവസം. അവിടെയാണ് ബിദ്അത്തായി മാറുന്നത്. അത് തെളിവ് വേണമെന്ന, അത് തെളിവ് ഉണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മുജാഹിദീൻ ഖുർആനുണ്ടോ ഹദീസുണ്ടോ ചോദിക്കുന്നത്. നബി ജനിച്ച പേര് 12 ഖുർആൻ ഉണ്ടാകാൻ എന്താ പ്രശ്നമുള്ളത്? നബി ജനിച്ച ശേഷമല്ലേ ഖുർആൻ ഇറങ്ങിയത്? നബി ജനിച്ചതിന് ശേഷമല്ലേ ഖുർആൻ ഇറങ്ങുന്നത്? അപ്പൊ ഒന്നുകിൽ ഖുർആന് വേണം, അല്ലെങ്കിൽ ഹദീസിന് വേണം. രണ്ടാൽ ഒന്ന് മതി. നബി തങ്ങൾ പറഞ്ഞു തരണം, ഞാൻ ജനിച്ചത് ഇന്ന ദിവസമാകുന്നു. നബി പറഞ്ഞു, നമുക്ക് വിശ്വസിക്കാം. നീ ഇല്ലേ ചരിത്രത്തിൽ ഇത്തിഫാക്കായി വന്നിട്ടുണ്ടോ, ഏകോപിച്ച അഭിപ്രായമുണ്ടോ, എങ്കിൽ സ്വീകരിക്കാം. അതുമില്ല. നിങ്ങളെ മൗലിദിന് പോലും പറഞ്ഞെന്താ എന്നാന്ന് ഉറപ്പില്ലാതെ ബർസൻജി മൗലിദിൽ കാണാം. വഖ്തുലിഫ അയ്ദൻ ഫീ അംവിയാദതിഹി വഫീ ശഹ്രിഹി വഫീ യൗമിഹി അലാ അഖ്വാലിൽ ഉലമാഇ മർവിയ. നബി ജനിച്ച കൊല്ലത്തിൽ തർക്കമുണ്ട്, നബി ജനിച്ച മാസത്തിൽ തർക്കമുണ്ട്, നബി ജനിച്ച ഡേറ്റിൽ തർക്കമുണ്ട് എന്ന് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ബർസൻജി മൗലിദിലുണ്ട്. അവിടെ പറഞ്ഞാണ് തർക്കേണ്ടത്, ഞങ്ങളെ വക പറഞ്ഞതല്ല. ഇനി ബർസൻജി അംഗീകരിക്കൂലേ എങ്കിൽ സർക്കാനിയുടെ ശറഹുൽ മവാഹിബുൽ ലദുനിയയിൽ ശറഹിലുമുണ്ട്, അതിന്റെ മത്തനായ മവാഹിബിലുമുണ്ട്. ഈ ഇഖ്തിലാഫ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. റബീഉൽ അവ്വലാണ് എന്നും റബീഉൽ ആഖിറാണ് എന്നും സഫറാണ് എന്നും റമദാനാണ് എന്നും അഭിപ്രായം പറഞ്ഞവരുണ്ട് എന്ന് ആ ഗ്രന്ഥത്തിൽ പറയുന്നു. റബീഉൽ അവ്വൽ 2 ആണ്, 8 ആണ്, 9 ആണ്, 12 ആണ്, 18 ആണ്, 22 ആണ്, 24 ആണ് എന്ന് ആ കിതാബിൽ പറയുന്നു. എത്ര അഭിപ്രായമുണ്ട്? അതുകൊണ്ടാണ് ചോദിച്ചത്. ഇന്നതാണ് ഉറപ്പിക്കണമെങ്കിൽ തെളിവ് വേണം. അതില്ലേ, ഉറപ്പിക്കാൻ കഴിയില്ല. അത്രയേ ഉള്ളൂ. അവിടെ മുജാഹിദീങ്ങൾ ദീനായി എന്ത് ചെയ്യുന്നുവോ ഒരു സംശയവുമില്ല, ഖുർആനെ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥലപ്പെട്ട് തന്നെയാണ്. നബിയിൽ നിന്ന് സ്വഹാബിമാർ സ്വീകരിച്ചു തന്നെയാണ്. അല്ലാത്തൊരു ആചാരം ദീനിന്റെ പേരിൽ മുജാഹിദീങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോളി, ഞങ്ങൾ ഒഴിവാക്കാം. ഞങ്ങൾക്കൊരു വാശിയൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അത്തരം ഒരു ആചാരം ദീനിന്റെ പേരിൽ ഞങ്ങൾ ആചരിക്കുന്നില്ല. ഒരു ഇബാദത്ത് ദീനിന്റെ പേരിൽ ഞങ്ങൾ ആഘോഷിക്കുന്നില്ല, ഇബാദത്തായി കൊണ്ടെടുക്കുന്നില്ല. അല്ലാഹു റസൂലോ പഠിപ്പിക്കാത്ത, റസൂലിൽ നിന്ന് സ്വഹാബത്ത് പഠിച്ചിട്ടില്ലാത്ത ഒന്ന് ദീനായി ഞങ്ങൾ ആരും സ്വീകരിക്കുന്നില്ല. പിന്നെ നബി പ്രകാശൊക്കെ ഹദീസിന്റെ സമാധാനത്തിന് പറയുന്നല്ലാതെ അങ്ങനെ ഹദീസിനില്ല, അങ്ങനെ ഹദീസേ ഇല്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? മുസ്ലിം കേട്ടോളി, ഹക്കീം മുസ്ലിം കേട്ടോളി. ബാക്കി ഞാൻ പറഞ്ഞുതരാം. അങ്ങനത്തെ തോണ്ടുന്ന പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം. ജാബിർ പറഞ്ഞു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇന്ന അവ്വല മാ ഖലഖല്ലാഹു നൂറ നബിയിക യാ ജാബിർ, അല്ലയോ ജാബിറേ, നിന്റെ നബിയുടെ പ്രകാശമാകുന്നു അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ശുദ്ധ കളവ. നബി ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ തീർത്തു പറയുന്നു. നിങ്ങൾ മുഖാമുഖല്ല, വാദപ്രതിവാദമല്ല, നിങ്ങൾ ഒന്നാകെ മൂലമാണെന്ന് ശരി സ്ഥാപിക്കാൻ കഴിയൂല, ഉറപ്പാണ്. അങ്ങനെ ഹദീസ് ഏത് ഹദീസ് കിതാബിലുള്ളത്? മുസന്നഫിലുണ്ടെന്ന് പറയും, മുസന്നഫിലില്ല.
മുസന്നഫിൽ അങ്ങനെ ഇല്ല. ഇമാം അബ്ദുർ റസാഖ് ഹുസൈനിയുടെ മുസന്നഫാണല്ലോ ഉദ്ദേശിച്ചത് എങ്കിൽ ഇമാം ബുഖാരി ഉസ്താദായ ഇമാം അബ്ദുർ റസാഖ് ഹുസൈനി അദ്ദേഹത്തിന്റെ മുസന്നഫിൽ അങ്ങനെ ഹദീസ് ഇല്ലേ ഇല്ല. ഉണ്ട് എന്ന് 10ാം നൂറ്റാണ്ടിലുള്ള കിതാബിലുണ്ട്, അവിടെയുള്ളൂ, വേറെ എവിടെ ഇല്ല. മുസന്നഫിൽ ഉണ്ട് എന്ന് ഹിജ്റ 10ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ശ്രദ്ധിക്കുക പ്രതീക്ഷ നിങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ പറഞ്ഞുവെന്ന് മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ട് എന്ന് ഹിജ്റ 10ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട അൽ മവാഹിബുൽ ലദുന്നിയ ബിൽ മിനഹിൽ മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നല്ലാതെ മുസന്നഫിൽ അതില്ലേ ഇല്ല. സ്വഹീഹ് ഹദീസിൽ എവിടെയുമില്ല. ഇനി മാത്രമല്ല മൗലിദ് കിതാബ് പറഞ്ഞെന്താ, മുസ്ലിം ശ്രദ്ധിച്ചോളി, നിങ്ങൾ ശ്രദ്ധിക്കി. ഓരോ ബാക്കിൽ ബേജാറാണ്ട് ഒക്കെ അവിടെ ഉണ്ട്. ഒന്നായിട്ട് നിങ്ങൾ വിടൂല, അതുകൊണ്ടാണ് ഓരോരുത്തരെ വിടുള്ളൂ. കാരണം ഞങ്ങൾക്ക് നിങ്ങളെ പറ്റി അത്ര മതിപ്പുണ്ട്, അതുകൊണ്ട് വേറൊന്നുമില്ല. അതുകൊണ്ട് ഓരോരുത്തരെ വിടും, അത് കഴിഞ്ഞാൽ അടുത്ത ആളെ വിടും, അത് കഴിഞ്ഞാൽ അടുത്ത ആളെ വിടും. അനുവദിക്കപ്പെട്ട സമയം വരെ അത് കൊടുക്കും. നിങ്ങളെ പറ്റിയുള്ള മതിപ്പോണ്ടെന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ഏതായിരുന്നാലും മൗലിദ് കിതാബിൽ ഇത് മാത്രമല്ല കൊടുത്തത്. മൗലിദ് കിതാബിൽ അള്ളാഹ് പറഞ്ഞു കേട്ടോ, അല്ലാഹു തആല പറഞ്ഞു എന്ത്, നബിയെ താങ്കളുടെ പ്രകാശം എന്റെ പ്രകാശത്തിൽ നിന്ന് ഞാൻ സൃഷ്ടിച്ചതാണ് എന്ന് അള്ളാഹ് പറഞ്ഞു. മൗലിദിലുള്ളത് അത് ഇവിടെ മുസന്നഫിലുണ്ടോ? അത് മുസന്നഫിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം ആദ്യം പടച്ചു, എന്നിട്ട് ആ പ്രകാശം ഒന്നിങ്ങനെ പെടഞ്ഞപ്പോ അതിൽ നിന്ന് വിയർപ്പുറ്റി. ആ വിയർപ്പിൽ നിന്നാണ് അമ്പിയാക്കളുടെ പ്രകാശം മുഴുവൻ പടച്ചത് എന്ന് മൗലിദിലില്ലേ? അതിൽ നിന്നാണ് ബാക്കി വിശ്വാസികളെ പ്രകാശം പടച്ചത് എന്ന് മൗലിദിലില്ലേ? ഇതൊക്കെ എവിടുന്ന കിട്ടിയത്? അപ്പൊ ജാബിർ ഹദീസ് ഉണ്ടെന്ന് സമാധാനത്തിന് പറയാന്നല്ലാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് നിങ്ങൾ പറയരുത് എന്ന് സ്നേഹബുദ്ധിയോടുകൂടിയാണ് നിങ്ങൾ അന്വേഷിച്ചോളി. ഇപ്പൊ തൽക്കാലം വാശിക്കൊക്കെ കാണിച്ചാലും നിങ്ങൾ ആത്മാർത്ഥമായി പോയി ചിന്തിക്ക്, ഇങ്ങനെ ഹദീസ് ഉണ്ടോ ഒന്ന് അന്വേഷിക്ക്. ഇനി നിങ്ങൾക്ക് അത് അന്വേഷണം കിട്ടുന്നില്ലെങ്കിൽ ഹക്കീം മുസ്ലിയാർ നിങ്ങൾക്ക് അന്വേഷണം കിട്ടുന്നില്ലെങ്കിൽ ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. അന്വേഷണം കിട്ടുന്നില്ലെങ്കിൽ അലവി സഖാഫിയുടെ ചാരിയം ഖണ്ഡനമുണ്ട്, ഒരു 3-4 കൊല്ലം മുമ്പ് നടന്നത്. അതിന്റെ CD ഒന്ന് ഇരുന്ന് സ്വസ്ഥമായി കേട്ടാൽ ഏകദേശം പിടുത്തം കിട്ടും. അലവി സഖാഫി വരെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പൊ അത്രയ്ക്ക് അതിലുള്ളൂ എന്ന് മനസ്സിലാക്കാൻ അത് മതി. ഏതായിരുന്നാലും ഇവിടെ നമ്മളെ വിഷയം എന്താ? ഇവിടെ വിഷയത്തിന് ആരും തെറ്റിക്കണില്ല. നബിദിനാഘോഷമല്ലാത്തൊരു വിഷയം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. നബിദിനാഘോഷം ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ, അനിസ്ലാമികം തന്നെ. ഒരു സംശയം ഞങ്ങൾക്ക് ആ വിഷയത്തിലില്ല. ഇസ്ലാമിൽ അതില്ല. എന്തുകൊണ്ട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ റസൂലിൽ നിന്ന് ദീനു പഠിച്ചത് സ്വഹാബാക്കിറാമാണ്. ആ സ്വഹാബത്തിൽ നിന്ന് ദീനു പഠിച്ചത് താബിഉകളാണ്. ആ താബിഉകളിൽ നിന്ന് ദീനു പഠിച്ചത് താബികളാണ്. അത് പിൽക്കാലത്ത് ക്രോഡീകരിച്ച് കർമ്മശാസ്ത്ര വിധികൾ കണ്ടെത്താൻ ഗവേഷണം ചെയ്ത ഏറ്റവും വലിയ ഗവേഷണ പടുക്കൽ 4 മദ്ഹബിന്റെ 4 ഇമാമിങ്ങളാണ്. അവരാരും ഈ വിഷയത്തെ പറ്റി ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. ഷാഫി മദ്ഹബുകാർ എന്ന് പറയുന്നവരാണല്ലോ നിങ്ങളൊക്കെ. എങ്കിൽ ഇമാം ഷാഫിയുടെ ഏത് കിതാബിലാ നബിദിനാഘോഷം പരാമർശിച്ചത്? 4 മദ്ഹബ് സ്വീകരിക്കണമെന്നാലോ പറയുന്നത്. എങ്കിൽ ഇമാം അബൂ ഹനീഫയുടെ, ഇമാം മാലിക്കിന്റെ, ഇമാം ഷാഫിയുടെ, ഇമാം അഹ്മദിന്റെ റഹിമഹുമുല്ലാഹ് ഏത് ഗ്രന്ഥത്തിലാണ് നബിദിനാഘോഷത്തെ പറ്റിയുള്ള ഒരു പരാമർശമുള്ളത്? അപ്പൊ ഷാഫി മദ്ഹബല്ല, മാഫി മദ്ഹബാണ് എന്നിവിടെ ബോധ്യമാകുന്നു. 4 മദ്ഹബിന്റെ നേതാക്കന്മാരായ അഇമ്മത്തുൽ അർബഅ, ആ 4 ഇമാമിങ്ങളിൽ ഒരു ഇമാമിന്റെ ഗ്രന്ഥത്തിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമില്ലേ ഇല്ല. ഹസൻ ബസ്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിലും നബിയുടെ മൗലിദ് ഓതാൻ വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഹസൻ ബസ്രിയുടെ പേരിൽ കളവാണ്. സിദ്ദീഖുൽ അക്ബറിന്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കളവാണ്. ഉമർ ഖത്താബിന്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കളവാണ്. ഉസ്മാൻ അഫ്ഫാന്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കളവാണ്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ പേരിൽ കളവാണ്. ഇബ്രാഹിം നഖഈയുടെ പേരിൽ, ജുനൈദുൽ ബഗ്ദാദിയുടെ പേരിൽ, സിരിയുസ് സഖ്തിയുടെ പേരിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ പേരിൽ കളവാണ്. അതുകൊണ്ട് ആ നിലക്ക് മാതൃക യോഗ്യരായ ഒരാളും അത് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഫാക്കിഹാനി പറഞ്ഞത് വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദവത്തു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ. മുൻഗാമികൾ കാൽപാദങ്ങളെ പിൻപറ്റുന്ന ദീനിൽ മാതൃക യോഗ്യരായ
ഒരാളും തന്നെ ഇത് കൊണ്ടുവന്നിട്ടില്ല, അവരാരും ചെയ്തിട്ടില്ല. മാത്രമല്ല അത് ചില ഷഹവത്തു നഫ്സിൻ ദേഹേച്ഛക്കാർ ഉണ്ടാക്കിയതാണ്. ചില ശാപ്പാട്ട് വീരന്മാർ, തീറ്റക്കൊതിയന്മാർ, അവരാണ് ഇത് കൊണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എന്ന് കൂടി കൂട്ടി വായിക്കുക. ഏതായിരുന്നാലും അൽഹംദുലില്ലാ മൂന്നാമത്തെ മുസ്ലിയാർ ചോദ്യം ചോദിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നെങ്കിലും നമുക്കിത് തെളിവ് പ്രതീക്ഷിക്കാം. അല്ല, ഈ പറഞ്ഞതൊന്നും ശരിയല്ല, 4 ഖലീഫമാർ ചെയ്ത് ഇപ്പൊ വായിക്കാൻ അദ്ദേഹം കിതാബുമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് 4 ഖലീഫമാർ ചെയ്തതോ സഹാബിമാർ ചെയ്തതോ താബിഈങ്ങൾ ചെയ്തതോ മദ്ഹബിന്റെ 4 ഇമാമിങ്ങൾ പറഞ്ഞതൊക്കെ ഇവിടെ മുസ്ലിയാർ വായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിന് നമ്മൾ മൈക്ക് കൊടുക്കുന്നു. അദ്ദേഹത്തിന് ആ ഉത്തരം നമ്മൾക്ക്, ആ ചോദ്യം നമ്മൾക്ക് പ്രതീക്ഷിക്കുക. വികലാംഗനം ഒന്നല്ല, നിങ്ങൾ ഇങ്ങോട്ട് തന്നാളി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും അതുപോലെ തന്നെ താബിഈങ്ങളും തബൗ താബിഈങ്ങളും ഇത്തരത്തിലുള്ളതായ മുഴുവൻ അയിമത്തും ചെയ്തു പോരാത്ത ഒരു കാര്യമാണ് നബിദിനാഘോഷം എന്ന് നിങ്ങൾ തെളിവ് പറഞ്ഞു അല്ലെ? അങ്ങനെ തന്നെ പറഞ്ഞ പോലെ അവൻ സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, തബൗ താബിഈങ്ങൾ ചെയ്തിട്ടില്ല. ഇതിന്റെ പേരിൽ ഇതിവിടുന്ന് തള്ളിക്കളയേണ്ടതാണ്. സുന്നി പക്ഷം ഇത്ര കാലമായിട്ട് റബീഉൽ അവ്വൽ അതിന്റെ 1 മുതൽ അവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷം നടക്കുന്നുണ്ട്. അതിനാദ്യം ഇവിടെ നമ്മുടെ ഹക്കീം മുസ്ലിയാർ തെളിവ് ചോദിച്ച് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിച്ചില്ല. ഇൻഷാ അല്ലാഹ് നൂറിനെ സംബന്ധിച്ചുള്ള ചർച്ചയല്ലേ, ഗ്രന്ഥങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. മുഴുവനെ സമർത്ഥിച്ചിട്ടേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഇവിടെ മുഖാമുഖത്തിന്റെ ഫ്ലക്സിൽ കൊടുത്തപ്പോ ഇവിടെ മുഖാമുഖം തന്നെ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ വിഷയാവതരണം നിങ്ങൾ 8:30 വരെ നടത്തി. ഇവിടെ മഗ്‌രിബ് മുതൽ ഇവിടെ കാത്തു നിന്നിട്ട് 8:30ക്കാണ് നിങ്ങൾ സന്ദർഭം തന്നത്. ഞങ്ങൾ അതെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മോലെ മനസ്സിലാക്കണം, ചോദ്യം വളരെ ശ്രദ്ധിക്കണം, ശ്രോതാക്കൾ അതിലേറെ ശ്രദ്ധിക്കണം. അതെ മനസ്സിലാക്കിക്കോളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ താബിഈങ്ങളും സ്വഹാബത്തും തബൗ താബിഈങ്ങളും ചെയ്താത്ത കാര്യമാണ് ഈ നബിദിനാഘോഷം എന്നതിന്റെ പേരിൽ അതിനെ ഒഴിവാക്കി കളയണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, തബൗ താബിഈങ്ങളോ സ്വഹാബത്തോ ആരെങ്കിലും ഇവിടെ ജുമാ ഖുതുബ അനറബി ഭാഷയിൽ ഓതിയതായിട്ട് തെളിയിക്കാൻ മൗലവിക്ക് സാധിക്കുമോ? അതിന് മറുപടി പറയും. ഇപ്പൊ ആരാ മുസ്ലിം വിഷയം മാറ്റുന്നത്? അപ്പൊ നബിദിനല്ലേ? നബിദിനെ ഉറപ്പായല്ലോ. സഹാബിയാക്കും പരിചയ, താബിഈക്കും പരിചയ, ഒരാൾക്കും പരിചയ. അൽഹംദുലില്ലാ, അത്ര ആവശ്യമുള്ളൂ. ഇനി ജുമാ ഖുതുബല്ലേ, അതിൽ പ്രത്യേകമാണ് ഈ മുഖാമുഖം വെച്ചേരാ. ജുമാ ഖുതുബക്ക് പ്രത്യേക ഒരു മുഖാമുഖമാണ് ഈ വെക്കാം, ഒരു പ്രശ്നമില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് വായിച്ചു കേൾപ്പിച്ചത്. ജുമാ ഖുതുബന്റെ വിഷയത്തിൽ ഒരു മുഖാമുഖം വെക്കുമ്പോ ഞങ്ങൾ ഓരോന്നും ഖുതുബന്റെ കാര്യത്തിൽ നബി എന്താ പഠിപ്പിച്ചത്, സ്വഹാബികൾ എന്താ ചെയ്തത്, താബിഈങ്ങൾ എന്താ ചെയ്തത്, താബിഈങ്ങൾ എന്താ ചെയ്തത്, ഷാഫി ഇമാം എന്താ ചെയ്തത്, ഞങ്ങളിങ്ങനെ എണ്ണി